നമുക്കെന്തായാലും ഒരു ക്രിസ്മസ് കാർഡ് ഉണ്ടാക്കിയല്ലോ. കുറച്ചധികം ലേറ്റായി പോയെന്നറിയാം, എന്നാലും ഇനിയും ക്രിസ്മസ് വരുമല്ലോ. അതിന് വേണ്ടിയിട്ട് ഒരു കാർബൺ പേപ്പർ എടുക്കുക, സെൻറ്ററിൽ നിന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് 1 സെൻറ്റിമീറ്റർ ഗ്യാപ്പ് വിട്ടിട്ട് ഒരു റെക്റ്റാങ്കിൾ വരച്ചു കൊടുക്കുക. ആ റെക്റ്റാങ്കിൾ വരച്ചെടുത്തതിൻ്റെ ഇന്നർ സൈസിൽ ഇതേപോലെ 2 കാർബൺ ഷീറ്റും കൂടെ കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് നമ്മൾ അതിൻ്റെ ഉള്ളിൽ തന്നെ ഒരു റെക്റ്റാങ്കിൾ ഷേപ്പ് വരയ്ക്കുക, അതും കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് നമ്മുടെ കരടിക്കുട്ടനെ വരയ്ക്കാൻ വേണ്ടി ഒരു പേപ്പർ എടുക്കുക. ഞാനിപ്പോൾ ഇവിടെ ഒരു ഐവറി ഷീറ്റ് എടുത്തേക്കുന്നത്, അതിലൊരു കരടിക്കുട്ടനെ വരച്ചു കൊടുക്കുക, ഒരു നക്ഷത്രം കൂടെ വെച്ച് കൊടുക്കുക. എന്നിട്ട് ആ കരടിക്കുട്ടനെ ഒന്ന് കളർ ചെയ്തെടുക്കുക. ഇനി നമ്മുടെ കരടിക്കുട്ടൻ നിൽക്കാനായിട്ടൊരു ഏണി വേണ്ടേ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളൊരു ഏണി വരച്ചെടുക്കുക. അപ്പോൾ നേരത്തെ നമ്മൾ ഹോൾ ഇട്ടിരുന്നില്ലേ ഒരു റെക്റ്റാങ്കിൾ വരച്ചിട്ട്, അപ്പോൾ ആ ഒരു സൈസിലാണ് നമ്മൾ ഏണി വരയ്ക്കേണ്ടത്. എന്നിട്ട് രണ്ടും കൂടെ ഒന്ന് ഗ്ലൂ ചെയ്യുക. ഗ്ലൂ ചെയ്തിട്ട് ബാക്കി വരുന്ന കാർഡ് അതിൻ്റെ ഉള്ളിലേക്ക് വെച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മുടെ ട്രീ ഒട്ടിച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഉള്ളിലേക്ക് ഇറക്കി വെച്ച കാർഡിൻ്റെ ഏറ്റവും താഴെയായിട്ട് ചെറിയൊരു ഡബിൾ ടാപ്പ് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ കളർ ചെയ്ത് വെച്ച് കരടിക്കുട്ടനെ വെച്ച് കൊടുക്കുക. പക്ഷെ എന്തോ ഒരു കുറവുണ്ടല്ലേ, നമുക്കൊരു സ്കാർഫും കൂടെ ആയാലോ. ആ സ്കാർഫും കൂടെ വെച്ച് കൊടുത്താൽ ക്യൂട്ടായില്ലേ. എന്നിട്ട് കുറച്ചുകൂടെ കളറാക്കാൻ വേണ്ടി കുറച്ച് ഗിഫ്റ്റ് ബോക്സും കൂടെ താഴെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക. പിന്നെ ഒരു കാർഡാകുമ്പോൾ വിഷസ് വേണ്ടേ, അപ്പോൾ നമ്മളൊരു വിഷസ് എഴുതി കൊടുക്കുക. വൈറ്റ് കളറിൽ കുറച്ച് കുത്തുമ്പുള്ളിയും കൂടെ ഇട്ട് കഴിഞ്ഞാൽ ഇതാ നമ്മുടെ ക്രിസ്മസ് കാർഡ് റെഡി ആയി. അപ്പോൾ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, കൂടുതൽ വീഡിയോസിനായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.